ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗീതു ശ്രീനി എൻ്റർടൈൻമെൻറ്റ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വഴുതിനിങ്ങ കൊണ്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ നമുക്കൊന്ന് ചെയ്തു നോക്കാം. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കി നിങ്ങളും ഇതേപോലെ തയ്യാറാക്കി ഇതിൻ്റെ ഫീഡ്ബാക്കുകൾ കമൻറ്റുകളായി അറിയിക്കാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ച് അത് ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുത്ത് 4 സവോള നീളത്തിൽ കട്ട് ചെയ്ത് 1 കപ്പോളം എടുത്ത് ചൂടായി വരുമ്പോൾ ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഉള്ളി ഒന്ന് വഴറ്റി കിട്ടാൻ വേണ്ടി 1 നുള്ള് ഉപ്പ്, കല്ലുപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉപ്പ് നമുക്ക് വഴറ്റി കിട്ടാനായിട്ട് സഹായിക്കും. അതിനായി എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് സവോള വഴറ്റുമ്പോൾ 1 നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇത് നല്ലതുപോലെ തന്നെ ആ എണ്ണയിലൊന്ന് ബ്രൗൺ നിറം ആകുന്നത് വരെ നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. സവോള ഇപ്പോൾ ഏകദേശം ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ സാധനം തക്കാളിയാണ്. 3 ചെറിയ തക്കാളി ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് ഉടഞ്ഞു വരുന്നത് വരെ ഇളക്കി കൊടുക്കണം. അപ്പോഴാണ് ആ തക്കാളിയുടെ ഒരു പുളിരസം നമുക്ക് കിട്ടുള്ളൂ. അതിനാണ് നല്ലതുപോലെ ഒന്ന് വേവിക്കാനായിട്ട് വെക്കണം. നമ്മൾ ഈ വഴുതിനങ്ങ കറി ചെയ്യുന്നത് ചിക്കൻ കറിയുടെ അതേ ടേസ്റ്റിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഗസ്റ്റിനും അതേപോലെ നമ്മുടെ വീട്ടിലുള്ളവർക്കും ഒരേപോലെ മനസ്സും വയറും നിറയാൻ പറ്റുന്ന ഒരു കറി തന്നെയാണ് ഈ വഴുതിനങ്ങ കറി എന്ന് പറയുന്നത്. അടുത്തതായി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അത് നല്ലതുപോലെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം. 2-3 മിനിറ്റ് വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റ് നല്ലതുപോലെ ആ ഉള്ളിയിലും തക്കാളിയിലും ചേർന്ന് പിടിക്കത്ത വിധം നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോഴാണ് ആ പച്ചമണം മാറാനും ഒരു ടേസ്റ്റ് കിട്ടാനും സഹായിക്കുന്നത്. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ എന്തൊക്കെയാണ് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. 2 സ്പൂണോളം മല്ലിപ്പൊടി, അതേപോലെ 1/2 ടീസ്പൂണോളം മുളക് പൊടി. ഇത് നല്ലതുപോലെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക. നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. മല്ലിപ്പൊടിയും മുളക് പൊടിയും നല്ലതുപോലെ ഇളക്കി കൊടുത്തു കഴിഞ്ഞു. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ ഗരം മസാല 3/4 ടീസ്പൂണും ചേർത്ത് കൊടുക്കാം. അതേപോലെ 1/2 ടീസ്പൂണോളം കാശ്മീർ മുളക് പൊടി, കളറ് കിട്ടാനായിട്ടാണ് നമ്മൾ കാശ്മീർ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. എരിവിനായി നമ്മൾ സാദാ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇതും നല്ലതുപോലെ ഒന്ന് ഇതിലൂടെ യോജിപ്പിച്ച് നന്നായി മിക്സ് ചെയ്ത് എടുക്കാം. നല്ല ബ്രൗൺ നിറം ആയി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതിനങ്ങ ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ബ്രൗൺ നിറം ആയതിനു ശേഷം മാത്രം വഴുതിനങ്ങ ചേർത്ത് കൊടുക്കുക. നീളത്തിലായിട്ടാണ് ഞാനിവിടെ കട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങളും അതേപോലെ കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇത് വഴുതിനങ്ങയിൽ ഈ എരിവും ഉപ്പും എല്ലാം നമുക്കൊന്ന് കിട്ടാൻ വേണ്ടി നല്ലതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 5 മിനിറ്റോളം ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പ് പാകത്തിന് ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ അതൊന്ന് ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇതേപോലെ കൈവിടാതെ നിങ്ങളൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോഴാണ് ആ വഴുതിനങ്ങയിൽ എരിവെല്ലാം പിടിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പോൾ ഏകദേശം
ഞാൻ 5 മിനിറ്റോളം നല്ല രീതിയിൽ തന്നെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. 3/4 കപ്പോളം വെള്ളമാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വെള്ളം അധികമായാലും പ്രശ്നമാണ്, ഇല്ലെങ്കിലും പ്രശ്നമാണ്. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം നിങ്ങൾ ചേർത്ത് കൊടുക്കുക. 3/4 കപ്പോളം ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് വഴുതിനിങ്ങ ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ എരിവും ഉപ്പും എല്ലാം പാകമാണോ എന്ന് നോക്കി ഒരു 5 മിനിറ്റോളം നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് അടച്ചു വെച്ചിട്ട് വേണം വേവിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഒരു 5 മിനിറ്റോളം വേണം ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ 1 മുറി തേങ്ങ പാലാണ് നമുക്ക് ആവശ്യം. അതിപ്പോൾ ഞാൻ ഈ ടൈമിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1-ാം പാൽ 2-ാം പാൽ അങ്ങനെയൊന്നുമില്ല, എല്ലാം ചേർത്ത് 1 കപ്പ് പാലാണ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നമ്മൾ ചിക്കൻ കറി ചെയ്യുമ്പോഴും മീൻ കറി വെക്കുമ്പോഴൊക്കെ തേങ്ങാപ്പാൽ ഒഴിച്ച് വെക്കാറുണ്ട്. അപ്പോൾ അത് പ്രത്യേക രുചിയാണ് നമുക്ക് തരാറുള്ളത്. അപ്പോൾ അതേപോലെയാണ് ഞാനിവിടെ ഇന്ന് വഴുതിനിങ്ങ കൊണ്ടൊരു കറി ചെയ്തത്. അപ്പോൾ വീട്ടിലുള്ളവർക്കും എല്ലാവർക്കും ഇത് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ കൂടെ ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം എല്ലാവരും ഒന്ന് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് ഇതിൻ്റെ ഫീഡ്ബാക്കുകൾ കമൻറ്റുകളായി അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ പ്രത്യേകം മറക്കരുത്. ഇപ്പോൾ ഈ കറി നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട്. തേങ്ങാപ്പാലിൻ്റെ ആ പച്ചമണമെല്ലാം ഒന്ന് മാറി ആ കറിയുടെ ഒരു നല്ലൊരു മണമാണ് നമുക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത് നിങ്ങൾ ചെയ്ത് നോക്കുമ്പോഴാണ് ആ കറിയുടെ രുചി നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇനി ഇത് കടുക് വറുക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ച് അതിലാവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ സാധാരണയായി ഇട്ട് കൊടുക്കുന്നത് പോലെ കടുകും കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. എല്ലാവരും സാധാരണയായി ഇതേപോലെയാണ് കടുക് വറുക്കാറുള്ളത്. അപ്പം ഞാനിത് പ്രത്യേകം ഇങ്ങനെ എടുത്തു പറയുന്നില്ല. ഇനി ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റോളം നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്കിതൊന്ന് കഴിച്ചു തുടങ്ങാം. അപ്പോൾ ഈ കറി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.